പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പാഠങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് അതിലെ ഓരോ പാഠത്തിലെയും ചോദ്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ് വരുന്നത്, ഉത്തരങ്ങൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നൊന്ന് വിശകലനം ചെയ്ത് പഠിക്കാം. നമുക്ക് ആദ്യത്തെ പാഠം സന്ദർശനം എടുക്കാം. സന്ദർശനത്തിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞതാണ് അല്ലേ? ടേം എക്സാമൊക്കെ കഴിഞ്ഞു. എല്ലാവരും കുഴപ്പമില്ലാതെയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുന്ന രീതി അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനുണ്ട്. ഞാൻ വലിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുന്ന രീതിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ആമുഖമായിട്ട് എഴുതണം. അതിൻ്റെ ചോദ്യം ഉൾപ്പെടുന്ന ആമുഖമായിരിക്കണം. ഇൻട്രൊഡക്ഷൻ, ആദ്യത്തെ പാരഗ്രാഫ്, അതിൽ ചോദ്യം ഉൾപ്പെടണം. കൃതിയുടെ പേര് വേണം. ആരാണ് കർത്താവ്? പദ്യമാണെങ്കിൽ പദ്യം എഴുതിയത് ആര്? കഥയാണെങ്കിൽ ആരാണ് ആ കഥ എഴുതിയത് എന്നതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വരണം. ലേഖനമാണെങ്കിൽ ആ ലേഖനം എഴുതിയത് ആരാണ് എന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ. പിന്നെ ചോദ്യം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ആമുഖമായിരിക്കണം ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരങ്ങൾ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഉള്ള മാർക്കിനനുസരിച്ച് 3-4 മാർക്കിൻ്റെ ആയിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ അതിന് ഒരു മിനിമം 4 പോയിൻ്റെങ്കിലും ഒന്ന് വിശകലനം ചെയ്തെഴുതണം. ഒരുപാട് എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കൺക്ലൂഷനും. അങ്ങനെ 3 ചെറിയ പാരഗ്രാഫുകളായാൽ നിങ്ങൾക്ക് ഉത്തരമായി. പിന്നെ ഉപപാഠത്തിലെ ആണെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. ഉപപാഠത്തിൻ്റെ അപ്പോൾ ഇൻട്രഡക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പാരഗ്രാഫ്, അതിൽ ഒരു 6-7 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം വിശകലനം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ 2-3 പാരഗ്രാഫായിട്ട് തിരിച്ചെഴുതാം. അങ്ങനെ മാക്സിമം ഒരു 5 പാരഗ്രാഫ് അല്ലെങ്കിൽ 4 പാരഗ്രാഫ് കൺക്ലൂഷനും അടക്കം. അതേ 5 മാർക്കിൻ്റെ ആൻസറിന് വേണ്ടൂ. അല്ലാതെ ആ ലെസൺ മുഴുവനും എഴുതി വയ്ക്കുന്ന ആ ഒരു രീതിയല്ല. ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന രീതിയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഉപപാഠത്തിൻ്റെ ചോദ്യങ്ങളിൽ ഞാൻ കണ്ടു ആ ലെസൺ അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്. എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യത്തിനായിട്ട് ഉത്തരം എഴുതണം. ഇനി നമുക്ക് സന്ദർശനം എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം, എന്തൊക്കെയായിരിക്കണമെന്ന്. സന്ദർശനത്തിൻ്റെ നോട്ട് നമ്മൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ തന്നിരിക്കുന്നത് സന്ദർശനം എഴുതിയത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് സന്ദർശനം എഴുതിയിട്ടുള്ളത്. എന്നാണ് അദ്ദേഹം ജനിച്ചത്? അതൊക്കെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് അല്ലേ? ഒരു കവിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ. കൃതികൾ ഏതെല്ലാം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1957 ജൂലൈ 30-നാണ് അദ്ദേഹം ജനിച്ചത്. 1957 ജൂലൈ 30-നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജനിച്ചത്. എവിടെയാണ്? വടക്കൻ പറവൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതെല്ലാം? 18 കവിതകൾ, അമാവാസി, ഗസൽ, ഡ്രാക്കുള, പിന്നെ ചിദംബര സ്മരണ എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഓരോ കൃതികളും എടുത്തിട്ട് അത് ആരുടെ കൃതികളാണ് എന്ന് ചോദിക്കും. അതുകൊണ്ട് പരമാവധി ഏതൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ കൃതികൾ കിട്ടിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ കവയിത്രി വിജയലക്ഷ്മിയാണ്. പ്രസിദ്ധ കവയിത്രി വിജയലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇത്രയും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സന്ദർശനം എന്ന കവിത ഏത് കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളുന്നു? നമ്മുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും പുറകിൽ അത് ഏത് സമാഹാരത്തിലാണെന്ന് നമുക്ക് ഇവിടെ
കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ പദ്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് അമാവാസി എന്ന പാഠത്തിൽ എന്ന കൃതിയിൽ നിന്നാണ് സന്ദർശനം എന്ന പദ്യഭാഗം എന്ന കവിത എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സന്ദർശനം എന്ന കവിത ഉൾക്കൊള്ളുന്നത് അമാവാസി എന്ന കൃതിയിലാണ് സന്ദർശനം എന്ന കവിത ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പദ്യത്തിലേക്ക് കടക്കാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? മൗനമായിട്ടിരിക്കുന്നു, കടുത്ത മൗനത്തിൽ രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നു എന്നതാണ് അവിടെ. അതിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കിക്കാനാണ് കവി മൗനം കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. സന്ദർശക മുറിയിലായതുകൊണ്ട് സന്ദർശനത്തിൽ സാധാരണ നമ്മൾ എന്തെങ്കിലും കുടിക്കാനായിട്ട് പാനീയങ്ങളൊക്കെ കൊടുക്കും. അതിനോട് സാമ്യപ്പെടുത്താവുന്നതാണ് ഈ മൗനം കുടിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക്. മൗനത്തിൻ്റെ തീക്ഷ്ണതയെ കാണിക്കുന്നതിനാണ്. ഇപ്പോൾ ഒരു മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആവാം, അല്ലാതെ ആവാം. ഇതിൽ തന്നിട്ടുണ്ടായിരിക്കും. ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും. ഈ പകൽ വെളിച്ചം എങ്ങനെയാണ് പൊലിഞ്ഞു പോകുന്നത് എന്നാണ് കവിത പറഞ്ഞത്. എന്തുപോലെയാണ് ജനലിനപ്പുറം പകൽ വെളിച്ചം പൊലിയുന്നത്? ജീവിതം പോലെയാണ് പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നത്. ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്കോർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. അപ്പോൾ ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്കോർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ചിറക് പൂട്ടുവാൻ കൂട്ടിലേക്ക് പോകുന്നത് ആരാണ്? കിളികളാണോ? ഓർമ്മകളാണ് പൂട്ടുവാൻ പോകുന്നത്. കിളികളെപ്പോലെ ഓർമ്മകളാണ് ചിറക് പൂട്ടുവാൻ പോകുന്നത്. കൂട്ടിലേക്ക് ചേക്കേറുവാനായിട്ട് സന്ധ്യയായതോടെ സമയം വൈകിപ്പോയി. ആ സമയത്ത് സന്ധ്യയായി. അപ്പോൾ കൂട്ടിലേക്ക് കിളികളെപ്പോലെ പറന്നു പോകുന്നത് ഓർമ്മയാണ്. ഓർമ്മകളാകുന്ന കിളികളാണ് കൂട്ടിലേക്ക് പറന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് അത് പറന്നു പോകുന്നത്, കൂട്ടിലേക്ക് പറന്നു പോകുന്നത്? ഇവർ തമ്മിൽ കണ്ടപ്പോൾ നിരവധി ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നാലെ നിരവധി ഓർമ്മകൾ വന്നിരുന്നു. ഇനി ഇവർക്ക് പിരിയുവാൻ സമയമായി. അതുകൊണ്ട് ഈ ഓർമ്മകളൊക്കെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ചോദ്യങ്ങൾ എടുക്കേണ്ടത്. ഈ പദ്യം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അതിൻ്റെ ഓരോ വരിയിൽ നിന്നും നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഇതെല്ലാം ഈ വീഡിയോ കണ്ട് നിങ്ങൾ എഴുതി വെക്കണം. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും. നിശ്വാസത്തിൻ്റെ ആ വരികളിൽ നിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ത്? അവിടെ എന്താണ് പ്രത്യേകത? നിറയെ സംഗീതമുണ്ട്. നിശ്വാസത്തിൽ നിറയെ സംഗീതം കലർന്നവയാണ്. മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്ന വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കണ്ണിൽ നോക്കിയിരിക്കുകയാണ്. കണ്ണിൽ നോക്കി എല്ലാം മറന്നിരിക്കുകയാണ് എന്നാണ് മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ വരിയിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. എന്താണ് കരിഞ്ഞത്? ആ വരി മുഴുവൻ തരില്ല. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത ഡാഷ് എന്ന് അവിടെ എഴുതാതെ കരിഞ്ഞു പോയെങ്കിലും. എന്താണ് കരിഞ്ഞത്? കരള്. കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ ഡാഷ് പോലും വരണ്ടു പോയെങ്കിലും. അവിടെ എന്താണ്? കവിത പോലും വരണ്ടു പോയെങ്കിലും. ചിറകുനീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോധനം. ആശയം വിശദമാക്കുക.
എന്താണ് അതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? സന്ദർഭവും ആശയവും വിശദമാക്കുക എന്ന് ചോദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയിലെ വരികളാണിത്. സന്ദർശക മുറിയിൽ കവിയും തൻ്റെ കാമുകിയും വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. ആ സമയത്ത് തൊണ്ടയിൽ ഒരു കരച്ചിൽ കുടുങ്ങി നിൽക്കുകയാണ്. അവർ പരസ്പരം മിണ്ടാതെ നിൽക്കുകയാണ്. ഒന്നും പറയാനാകാതെ, കരയാനാകാതെ, കരച്ചിൽ തൊണ്ടയോളം എത്തി കുടുങ്ങി നിൽക്കുന്ന ഒരു കരച്ചിലോടെ അവർ പരസ്പരം മിഴികളിൽ മറന്നു നിൽക്കുന്നതിനെയാണ് ഇവിടെ കവി വിവരിച്ചിരിക്കുന്നത്. സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. എന്താണ് കവി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകളിലേക്ക് വീണ്ടും എൻ്റെ ഹൃദയം അങ്ങോട്ട് ചെല്ലുകയാണ്. ഹൃദയരേഖകൾ എന്ന് പറയുമ്പോൾ ഹൃദയത്തിലെ എടുക്കുന്ന ECG എടുക്കുമ്പോൾ രേഖകളായാണ് ചെല്ലുന്നത്. അപ്പം എൻ്റെ ഹൃദയം പഴയ കാലങ്ങളിലേക്ക്, എൻ്റെ ഓർമ്മ പഴയ ദൂരേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിവളെ പിരിഞ്ഞതിന് ശേഷമുള്ള ആ കാഴ്ചകളിലേക്ക് എൻ്റെ ഹൃദയം മടങ്ങി പോകുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നെൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ ചില്ലകൾ പൂത്തതും. എൻ്റെ ആശയം വിശദമാക്കുക. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം, കാന്തം എന്നത് ആകർഷിക്കുന്നതാണ് അല്ലേ? ആ ആകർഷണ ശക്തിയെ കുറിക്കുന്നതിനാണ് കാന്തം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാന്തത്തിൻ്റെ കിരണം തട്ടുമ്പോൾ എൻ്റെ ചില്ലകൾ പൂക്കുകയാണ്, എൻ്റെ മനസ്സിൻ്റെ ചില്ലകൾ പൂത്തുലയുകയാണ്. അവളെ എനിക്ക് അത്രയും ഇഷ്ടമാണ് എന്നാണ് കവി പറയുന്നത്. അവളുടെ കയ്യിലെ ആ തൊടുത്ത മൈലാഞ്ചിയിട്ട ആ വിരൽ തൊടുമ്പോൾ എൻ്റെ കിനാവ് ചുരന്നത്, എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ നിറയെ സ്വപ്നങ്ങൾ വിടർന്നുകൊണ്ടിരിക്കുകയാണ്, കിനാവ് ചുരക്കുകയാണ് ചെയ്തത് എന്നാണ് കവി അവിടെ ഉദ്ദേശിച്ചത്. മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബര സന്ധ്യകൾ. കുങ്കുമം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകും അല്ലേ? അവിടെ മറവിയിലാണ് മാഞ്ഞു പോയത്. എന്താണ് മാഞ്ഞു പോയത്? നിൻ്റെ കുങ്കുമത്തരിപുരണ്ട ചിദംബര സന്ധ്യകൾ, എൻ്റെ മനസ്സിലെ സന്ധ്യകളാണ്. മനസ്സാകുന്ന ആകാശത്തിലെ ആ സന്ധ്യകൾ, ആ സന്ധ്യകളെല്ലാം നിൻ്റെ കുങ്കുമത്തരി കൊണ്ട് ചുവന്നതായിരുന്നു, ചുവന്ന കളറായിരുന്നു. ചുവന്ന കളറിന് എന്തെല്ലാം അർത്ഥമുണ്ട്? പ്രണയത്തിൻ്റെ സിമ്പലാണ് ചുവപ്പ് അല്ലേ? ആ പ്രണയത്തിൻ്റെയും പ്രണയം കലർന്നിട്ടുള്ള ഓർമ്മകളായിരുന്നു. എൻ്റെ മനസ്സാകുന്ന ആകാശം മുഴുവൻ നിൻ്റെ കുങ്കുമത്തരി പുരണ്ടതായിരുന്നു, നിൻ്റെ പ്രണയം കലർന്നതായിരുന്നു എന്നാണ് ആ വരികളുടെ ആശയം. ഇങ്ങനെ ഓരോ വരികളും എടുത്ത് ആശയം എന്താണ് എന്ന് ചോദിക്കും. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. വരികളുടെ ആശയം പറയുക. കാമുകിയുമായി വേർപിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അലച്ചിലുകളെയും ദുരിതങ്ങളെയുമാണ് പറയുന്നത്. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരത്തിലെ ദുരിതമയമായ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹം ഈ വരികളിലൂടെ അയവിറക്കുന്നത്. അത് നഗരവീഥികളാണ്, നിത്യപ്രയാണങ്ങളാണ്. നിത്യപ്രയാണങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നിത്യവും യാതൊരു വ്യത്യാസവുമില്ലാതെ തുടർച്ചയായി ചെയ്തത് തന്നെ ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, ജോലിയിൽ വേറെ ഒന്നിനെയും തിരക്കാതെ വേഗതയോടെ
തിരക്കോടെ, ഭയങ്കര തിരക്കായിരിക്കില്ലേ നഗരത്തിൽ, ജോലിയും യാതൊരു വൈകാരികതയും ഇല്ലാതെ ആ തിരക്കായിട്ടുള്ള ആ ജോലിയിലേർപ്പെട്ട് ദുരിതമയമായ ജീവിതത്തെക്കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ. മദിര എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ മനസ്സു മുങ്ങി മരിക്കുന്ന നരകതുല്യമായ രാത്രികളാണ്. സത്രച്ചുമരുകളാണ്, വീടിൻ്റെ ചുമരുകളല്ല, വീട്ടിലല്ല അന്തിയുറങ്ങുന്നത്. പലപ്പോഴും സത്രങ്ങളിലാണ്, ലോഡ്ജുകളിലാണ്, വാടക മുറികളിലാണ്. സ്വന്തമായ ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷമോ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ നരകതുല്യമായിട്ടുള്ള ഒരു നഗരത്തിലെ ജീവിതത്തെയാണ് ഈ വരികൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയമാർത്തനായി ഭൂതായനങ്ങളിൽ, ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ചില നിമിഷത്തിൽ ഈ തിരക്കിനിടയിൽ, ജീവിതത്തിൻ്റെ ഈ ദുരിതത്തിനിടയിലും തിരക്കിനിടയിലും ഒരു വെള്ളി നക്ഷത്രം പോലെ നിൻ്റെ മുഖമാണ് വന്ന് എൻ്റെ ഏകാകിയായ പ്രാണന് ഒരു ആശ്വാസം നൽകുന്നത്. ഒറ്റപ്പെട്ടു പോയ എൻ്റെ പ്രാണന്, ആത്മാവിന് ആശ്വാസമായി എത്തുന്നത് നിൻ്റെ മുഖത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ചില നിമിഷത്തിൽ ആ മുഖം ഇങ്ങനെ പൊന്തി വരും. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായ ഭൂതായനങ്ങളിൽ, ഈ ഭൂതായനങ്ങളിൽ കഴിഞ്ഞു പോയ ആ വഴികളിലൂടെ, പണ്ടത്തെ വഴികളിലൂടെ എൻ്റെ പ്രാണൻ ചിലപ്പോൾ ആർത്തനായിട്ട് ദുഃഖിതനായിട്ട് അലയും. ആ സമയത്തിൽ ഇരുളിൽ നിൻ്റെ മുഖം ഒരു ജനനാന്തര സാന്ത്വനമായി ഉദിക്കും. ഒരു നക്ഷത്രമായി, സാന്ത്വനമായി, ഓരോ ജന്മത്തിലും സാന്ത്വനമായി നിൻ്റെ മുഖം അപ്പോൾ ആ ഇരുളിൽ ഉദിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ആകെയുണ്ടായിരുന്ന ആശ്വാസം നിൻ്റെ മുഖം മാത്രമായിരുന്നു. നമ്മൾ വേർപിരിഞ്ഞു പോയി എങ്കിലും എൻ്റെ പ്രാണൻ ഇപ്പോഴും ആ പഴയ ഭൂതായനങ്ങളിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആശ്വാസം നൽകുന്നത് നിൻ്റെ മുഖത്തെക്കുറിച്ചുള്ള ആ ഓർമ്മ തന്നെയാണ്. അരുത് ചൊല്ലുവാൻ നന്ദി, കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. സമയമാകുന്നു പോകുവാൻ, രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. ഇത് സന്ദർഭവും ആശയവും വിശദമാക്കുക. ഒരു സന്ദർശക മുറിയിലാണ് അവർ കണ്ടുമുട്ടുന്നത്. അവർ പരസ്പരം മിണ്ടാനാവാതെ, കരയാനാവാതെ, ആ സങ്കടം ഒതുക്കി ഇനി ഒരു വാക്ക് മിണ്ടിക്കഴിഞ്ഞാൽ കരച്ചിൽ പൊട്ടിപ്പോകും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. കുറേ സമയമായി അവർ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. പിന്നെ പുറത്ത് വെയിലൊക്കെ മങ്ങി കിളികളെ പോലെ ഓർമ്മകളൊക്കെ കൂട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇവർക്കും പിരിയുവാൻ സമയമായി. ഇപ്പോൾ പിരിയേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഒന്ന് കണ്ടല്ലോ, കാണാനെങ്കിലും സാധിച്ചല്ലോ, അതിന് നന്ദി പറയുവാൻ എനിക്ക് പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു നന്ദി ഞാൻ പറഞ്ഞെങ്കിൽ കരച്ചിലിൻ്റെ അഴിമുഖം നമ്മൾ പരസ്പരം കാണേണ്ടതായിട്ട് വരും. സങ്കടം പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇപ്പോൾ കരച്ചിൽ കാണാനോ ഒരു കരച്ചിലിൻ്റെ അഴിമുഖം കാണാനോ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പരസ്പരം നന്ദി പറയുവാനും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പ്രണയം ഇപ്പോഴും തീക്ഷ്ണമായ പ്രണയം തന്നെയാണുള്ളത്. പക്ഷേ വിധി അവരെ അകറ്റിയിരിക്കുകയാണ്. ഒരിക്കലും കൂടിച്ചേരാനാവാത്ത വിധം അകറ്റിയിരിക്കുന്ന രണ്ട് കമിതാക്കളെ വീണ്ടും ഒരു സന്ദർശന മുറിയിൽ വെച്ച് കാണുകയാണ്. വീണ്ടും അവർ പിരിയേണ്ടവർ തന്നെയാണ്. മുൻപേ പിരിഞ്ഞവർ തന്നെയാണല്ലോ. ഇനിയൊരു വാക്കുകൊണ്ട് ഇനിയും പിരിയേണ്ടതില്ല എന്നാണ് കവി അവിടെ പറയുന്നത്. നമ്മളിവിടെ നോട്ട്സ്, ഇതിൻ്റെ പഠനാനന്തര പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാവ്യശൈലിയെക്കുറിച്ച് നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പൊൻചെമ്പകം പൂത്ത കരൾ
കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ. കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾ എത്രത്തോളം സമർത്ഥമായിട്ടുണ്ട് വിശദീകരിക്കുക. ഇന്നോളം ഉണ്ടായിട്ടുള്ള പ്രണയ കവിതകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിലൂടെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രണയ കവിതകൾ എഴുതിയിട്ടുള്ളത്. അത്രയും തീക്ഷ്ണമായിട്ടുള്ള പ്രണയത്തെ ആവിഷ്കരിക്കുവാൻ ഒരുപക്ഷെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോളം കഴിവുള്ള കവികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്തരം വാക്കുകളുടെ പ്രയോഗവും ആവിഷ്കാരവും ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് കവിതയിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത്. പൊൻചെമ്പകം പൂത്ത കരൾ എന്ന് പറയുമ്പോൾ അത് അത്രയും മനോഹരമായ തൻ്റെ കരളിനെ, ആ പ്രണയത്തെ മുഴുവൻ ആവാഹിച്ചെടുത്ത ആ ഒരു കരളിനെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ, ആ നിന്റെ വിരല് സാധാരണ വിരൽ തുടുത്തതല്ല, കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരലാണ്. അത്രയും മനോഹരമായിട്ടുള്ള വിരൽ തുമ്പ്. ഒരു പെൺകുട്ടിയോട് അത്രയും പ്രണയമുണ്ടെങ്കിലാണ് അവളുടെ വിരൽ തുമ്പിനെ പോലും ഇതുപോലെ വർണ്ണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, അവളുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ചില്ലകളാകെ ഞാനാകെ പൂത്തുലഞ്ഞു എന്ന് ആണ് പ്രണയോന്മാദനായിട്ടുള്ള ആ കവി അവിടെ വിശകലനം ചെയ്യുന്നത്. അവളുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് അത്രയും കാന്തം പോലെ ആകർഷിക്കുന്ന ആ നോട്ടം കൊണ്ട് പൂത്തുലഞ്ഞു പോയി എന്നാണ്. ഇതിലെല്ലാം പ്രണയം തുടിച്ചു നിൽക്കുന്നത് പദങ്ങളാണ്. അവയാണ് ഈ കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നത്. കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾ എത്രത്തോളം സമർത്ഥമായിട്ടുണ്ടെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അപ്പോൾ ആദ്യം ആമുഖമായിട്ട് എഴുതണം ഒരു പാരഗ്രാഫ്, പിന്നെ ഈ ഓരോ പ്രയോഗത്തിൻ്റെയും വിശകലനം എഴുതണം, ഒരു കൺക്ലൂഷൻ എഴുതണം. 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടായിരിക്കും വരുന്നത്. കവിതയിലെ ചില പ്രയോഗവിശേഷങ്ങൾ ശ്രദ്ധിക്കുക. മൗനം കുടിച്ചിരിക്കുന്നു, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞതാണ് അല്ലേ. മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ, ഒന്നും മിണ്ടാനാവാതെ കണ്ണിൽ നോക്കിയിരിക്കുന്ന അവസ്ഥ. തൊണ്ടയിൽ പിടയുകയാണൊരു ഏകാന്തരോദനം, കരച്ചിലിങ്ങനെ പുറത്തേക്ക് ഉറക്കി കരയാനാവാതെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു കരച്ചിൽ. ഇതാണ് തൊണ്ടയിൽ പിടയുകയാണൊരു ഏകാന്തരോദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രണയത്തിൻ്റെ ഭൂതവർത്തമാനങ്ങളുടെ നിറഭേദങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്? തുടക്കകാലത്തെ ആദ്യകാലത്തെ ആ പ്രണയത്തിൻ്റെ തീക്ഷ്ണത മുഴുവൻ അദ്ദേഹത്തിൻ്റെ വരികളിലുണ്ട്. പിന്നീട് അവളെ പിരിഞ്ഞതിന് ശേഷം, കാമുകിയെ പിരിഞ്ഞ ശേഷം നഗരത്തിൽ ആർത്തനായി അലഞ്ഞിരുന്ന ഒരു കവിയുടെ രൂപവും വർണ്ണിക്കുന്നുണ്ട്. ആ സമയത്തും ഇരുളിൽ ഒരു നക്ഷത്രമായി അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തിയിരുന്നത് കാമുകിയുടെ മുഖം തന്നെയായിരുന്നു. ഇനി അടുത്തത്, വേദന ലഹരി പിടിക്കും വേദന, ഞാനതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീയ മൃദുരവം ഒഴുകട്ടെ. മനസ്സിനെ എന്ന ചങ്ങമ്പുഴയുടെ കവിതയാണ്. ചങ്ങമ്പുഴയുടെ കവിതയോട് നമുക്ക്, ചങ്ങമ്പുഴയും ഏറ്റവും മനോഹരമായ പ്രണയ കവിതകൾ എഴുതിയിരുന്ന മഹാകവിയാണ്. ആ കവിയോട് നമുക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രണയ കവിതകൾ നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. പ്രണയഗാഥകൾ ഹൃദയസ്പർശികളാകുന്നത് അവയിൽ ദുഃഖത്തിൻ്റെ ആന്തരശ്രുതി ഉൾച്ചേരുന്നത് കൊണ്ടാണോ? കാഴ്ചപ്പാട് സമർത്ഥിക്കുക. ഇങ്ങനെ അതിൽ ദുഃഖം കൂടി കലർത്തി എഴുതുമ്പോഴാണ് പലപ്പോഴും പ്രണയ കവിതകൾ അത് നമ്മളെ പിടിച്ചുലയ്ക്കുന്നതാവുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ദുഃഖമുണ്ടായിരിക്കും, വിരഹമുണ്ടായിരിക്കും. ആ വിരഹത്തെ മനോഹരമായി വർണ്ണിക്കുന്നവരാണ് ചങ്ങമ്പുഴയായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാടായാലും.
പ്രണയതീരത്ത് സാന്ത്വനം കൊള്ളാൻ കൊതിക്കുമ്പോഴും അതിനാവാതെ പിടയുന്ന ഒരു വിഹ്വല മനസ്സിൻ്റെ യാത്രാരേഖയാണ് സന്ദർശനം എന്ന കവിത. ഈ നിരീക്ഷണവുമായി ബന്ധിപ്പിച്ച് സന്ദർശനത്തിന് ഒരു ആസ്വാദനം എഴുതുക. എൻ ചുണ്ടിലൊട്ടിടയ്ക്കൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ. മദിരാശിയിലെ സായാഹ്നം എന്ന കവിതയിൽ NV കൃഷ്ണവാര്യർ പറയുന്നതാണ്. എൻ ചുണ്ടിലൊട്ടിടയ്ക്കൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ. നിന്റെ ചുണ്ടിലത്തെ മധുരമാണോ അതോ ലിപ്സ്റ്റിക്കിൻ്റെ മധുരമാണോ നീ എന്നെ ചുംബിച്ചപ്പോൾ എനിക്ക് തോന്നിയ ആ മധുരം എന്ന് ഇത്തിരി തമാശയോട് കൂടിയാണ് NV കൃഷ്ണവാര്യർ ചോദിക്കുന്നത്. പ്രണയത്തെ കവികൾ എങ്ങനെയൊക്കെയാണ് സങ്കല്പിക്കുന്നത്? സന്ദർശനത്തിലെ പ്രണയ സങ്കല്പവുമായി ചേർത്ത് വെച്ച് ആസ്വാദനം എഴുതുക. ഇത്രയുമാണ് സന്ദർശനം എന്ന കവിതയിലെ ചോദ്യങ്ങൾ. നോട്ട് നോക്കി വായിക്കുക, മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.